ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരളത്തിലെ സ്ഥലങ്ങളും അപരനാമങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യനിലേക്കും കടക്കാം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് എന്തിനാണ്? നമ്മുടെ കേരളം. ഓർത്തുവെച്ചോണം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് കേരളമാണ്. അതുപോലെ തന്നെ പ്രതിമകളുടെ നഗരമെന്നറിയപ്പെടുന്നു. പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം. പ്രതിമകളുടെ നഗരം ഏതാണ്? തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാടിനെയാണ്. കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാടിനെയാണ്. പാലക്കാട് ചുരത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് പാലക്കാടിനെ കേരളത്തിൻ്റെ കവാടം എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോണം, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് കേട്ടോ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നു. കേരളത്തെ കാശ്മീർ ഏതാണ്? മൂന്നാറാണ്. കേരളത്തിലെ കാശ്മീർ മൂന്നാർ. അതുപോലെ ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നും മൂന്നാർ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ കാശ്മീർ എന്നും ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നും മൂന്നാർ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, പൂരങ്ങളുടെ നാടെന്നറിയപ്പെടുന്നു. പൂരങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. പൂരങ്ങളുടെ നാട് തൃശ്ശൂര്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എന്തിനാണ്? കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നതും തൃശ്ശൂർ തന്നെയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടും. പാവപ്പെട്ടവൻ്റെ ഊട്ടി ഏതാണ്? നെല്ലിയാമ്പതിയാണ്. പാലക്കാട്ടുള്ള നെല്ലിയാമ്പതിയാണ് പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഊട്ടിയോ? കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്നത് റാണിപുരമാണ്. കേരളത്തിലെ ഊട്ടി റാണിപുരമാണ്. കാസർഗോട്ടുള്ള റാണിപുരം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതുപോലെ കേരളത്തിലെ ചിറാപ്പുഞ്ചി ലക്കിടി. കേരളത്തിലെ ചിറാപ്പുഞ്ചി ഏതാണ്? ലക്കിടിയാണ്. വയനാട്ടിലുള്ള ലക്കിടി. അതുപോലെ വയനാടിൻ്റെ കവാടം ലക്കിടി. വയനാടിൻ്റെ കവാടം ലക്കിടി. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളിയാണ്. ഓർത്ത് വെച്ചോളുക, തേക്കടിയുടെ കവാടം കുമളി. തേക്കടിയുടെ കവാടം ഏതാണ്? കുമളിയാണ്. അതുപോലെ തന്നെ തേക്കടിയുടെ കവാടം കുമളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഹൈറേഞ്ചിൻ്റെ കവാടം ഏതാണ്? കോതമംഗലമാണ്. ഹൈറേഞ്ചിൻ്റെ കവാടം കോതമംഗലം. ഹൈറേഞ്ചിൻ്റെ കവാടം കോതമംഗലം. അതുപോലെ തന്നെ കേരളത്തിലെ റോക്ക് ഗാർഡൻ മലമ്പുഴ. കേരളത്തിലെ റോക്ക് ഗാർഡൻ ഏതാണ്? മലമ്പുഴയാണ്. അതുപോലെ കേരളത്തിലെ വൃന്ദാവനം ഏതാണ്? കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഉദ്യാനമാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കാനായി കുഞ്ഞിരാമൻ്റെ പ്രസിദ്ധമായ യക്ഷിപ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലമ്പുഴയിലാണ്. കാനായി കുഞ്ഞിരാമൻ്റെ പ്രസിദ്ധമായ യക്ഷിപ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ മലമ്പുഴയാണ്. എവിടെയാണ്? മലമ്പുഴയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് ഏതാണ്? കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് വാഗമണ്ണാണ്. കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയുന്നത് വാഗമൺ. കേരളത്തിലെ അക്ഷരനഗരി എന്നറിയപ്പെടുന്നത് ഏതാണ്? കോട്ടയമാണ്. കേരളത്തിലെ അക്ഷരനഗരി എന്നറിയപ്പെടുന്നത് എന്തിനാണ്? കോട്ടയമാണ്. ദൈവങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് കാസർഗോഡിനെയാണ്. ദൈവങ്ങളുടെ നാടാണ് കാസർഗോഡ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് പരീക്ഷകൾക്കൊക്കെ നിരന്തരമായിട്ട് ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. നമ്മുടെ വീഡിയോ കാണുന്നതോടെ എനിക്ക് പറയാനുള്ള കാര്യം, വീഡിയോ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുക കേട്ടോ. ഞാൻ പറയുന്ന പരീക്ഷയ്ക്ക് ആവശ്യമായുള്ള വീഡിയോകൾ കാണുകയും കേട്ട് ഓർത്തു നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ഉപകാരപ്പെടും? പരീക്ഷകളിലൊക്കെ ഉപകാരപ്പെടുന്നതാണ്.